ഔഷധമൂല്യമുള്ളതും പരിസ്ഥിതിക്ക് സംരക്ഷണവും നൽകുന്ന സസ്യവർഗത്തിൽപ്പെട്ട വംശനാശം നേരിടുന്ന കൈതക്കൂട്ടങ്ങളെ അധികൃതരുടെ അനുമതിയോടുകൂടി നശിപ്പിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന സന്ദേശമുയർത്തി കൈതക്കാടുകൾ മരിക്കും മുൻപ് എന്ന ശീർഷകത്തിൽ റീ എക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി ബോധവൽക്കരണവും കൈതത്തൈ നടലും സംഘടിപ്പിച്ചു. സൗത്ത് പള്ളാരിയിലെ പക്ഷി സങ്കേതത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടി മാസ്റ്റർ സഹൽ എ സമദ് കൈതത്തൈ നട്ട് തുടക്കം കുറിച്ചു. ഈ റീ എക്കോ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും പ്രകൃതിയോട് അടുത്ത് ഇടപഴകുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന വരും തലമുറക്ക് പ്രചോദനമാവുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ പരിപാടിയുടെ ഈ കൈത പോലുകളെ നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിച്ച് നിർത്തിയാൽ മാത്രമേ കൃഷിയും അതോടൊപ്പം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ അപ്പോൾ ഇവിടെ കൈത വെട്ടി നശിപ്പിച്ചതൊന്നുമല്ല. ഇത് സാധാരണഗതിയിൽ എല്ലാ കാർഷിക സമയങ്ങളിലും കൈത ഈ കൃഷിയോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിൽ വെട്ടുകയും അത് അതേപോലെ തന്നെ തെളിർത്ത് വരികയും ചെയ്യും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം. വേണ്ടി മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി പൂർവികരായി സ്ഥാപിച്ച ഒന്നായിരുന്നു കൈതക്കൂട്ടങ്ങൾ. ഏകദേശം 587 കൈതക്കൂട്ടങ്ങൾ ലോകത്തുണ്ട്. അതിൽ 3 കൈതക്കൂട്ടങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഈ 3 തിരൂർ പുഴ തീരത്തുണ്ട് എന്നുള്ള പ്രത്യേകത. നമ്മുടെ പ്രദേശത്ത് വിവിധ പ്രൊജക്റ്റുകളുടെ പേരിൽ സർക്കാർ നൂറ്റാണ്ടുകളായിരുന്ന പാരമ്പര്യമുള്ള കൈതക്കൂട്ടങ്ങൾ വെട്ടിമാറ്റി അവിടെ ഭൂവസ്ത്രവും മതിലുകളും കെട്ടിക്കൊണ്ട് പഴയ ഒരു ആവാസ വ്യവസ്ഥയെ തകർക്കുകയാണ്. മണ്ണൊലിപ്പ് തടയാൻ ശേഷിയുള്ള കൂട്ടവേരുകൾ അടങ്ങിയ വിവിധ തരം കൈതകൾ പൂർവികരായ കർഷകർ കൈത്തോടുകളിലും കുന്നിൻ ചെരുവുകളിലും നട്ടുപിടിപ്പിച്ച് നദികളെ സംരക്ഷിച്ചിരുന്നു. ഇത് കാരണം നദികളുടെ ഭിത്തികൾ ഇടിഞ്ഞു നശിക്കുന്നത് തടയുന്നതിനും വിവിധ തരം പക്ഷികൾ, മത്സ്യങ്ങൾ, ആമ, ഞണ്ട് ഉൾപ്പെടെയുള്ള ജലജീവികൾക്ക് പെരുകുന്നതിനും കേന്ദ്രമാകാനും കാരണമായിരുന്നു. ഇതിനിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തോട് നവീകരണ പ്രൊജക്റ്റുകളുടെ ഭാഗമായും ഭൂവസ്ത്ര നിർമ്മാണം പോലുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ വ്യാപകമായതോടെയും കേരളത്തിൽ ഇത് വൻ നാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലോകാടിസ്ഥാനത്തിൽ 578 ഇനം കൈതകളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ 3 തരത്തിലുള്ളവയാണ് വ്യാപകമായി കണ്ടുവരുന്നത്. കൂടാതെ ഇവയുടെ കൂട്ടങ്ങളുടെ പേരിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചും ഗ്രാമങ്ങളുടെ പേരുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രസിദ്ധമാണ് തിരൂർ പുഴയോരത്തെ കൈത്തോടുകൾ ഉള്ള കൈതക്കര, പൂക്കൈത തുടങ്ങിയ സ്ഥലനാമങ്ങൾ. സന്ധിവേദന, തലവേദന, ചെവിവേദന തുടങ്ങി വിവിധ രോഗങ്ങൾക്ക് കൈതോല ഔഷധമായും സുഗന്ധവസ്തുക്കളായും ഉപയോഗിച്ചിരുന്നു. കൂടാതെ പായ, തൊപ്പികൾ, കൊട്ടകൾ, നാരുൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. ആയതിനാൽ വംശനാശത്തിൽ നിന്ന് ഇവയെ സംരക്ഷിക്കണമെന്നും ഇതുവഴി വിവിധ ഇനം ജീവികളുടെ ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് പരിസ്ഥിതി സംരക്ഷണ സംഘടനയായ റീ എക്കോ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് തിരൂർ പുഴയുടെ തീരങ്ങളിലുള്ള കൈതകളുടെ മാപ്പിംഗ് മലയാള സർവകലാശാല പരിസ്ഥിതി പഠന വിഭാഗം റീ എക്കോയുമായി സഹകരിച്ച് നടത്താൻ തയ്യാറായിട്ടുണ്ട്. പരിപാടിയിൽ ചിറക്കൽ ഉമ്മർ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. കെ അബ്ദുൾ റസാഖ് ഹാജി, KP അലവി, C ഹിലർ, അബ്ദുൽ വാഹിദ് പല്ലാർ, സൽമാൻ കരിമ്പലക്കൽ, നജീബ് വെള്ളാത്ത്, P അബ്ദുൽ സമദ്, പരേടത്ത് മുഹമ്മദ് കോയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.